പെർഫെക്റ്റ് ടെൻസിലെ ഹാവ്, ഹാസ് എന്നീ വാക്കുകൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സെന്റൻസിൽ ഉപയോഗിക്കുന്നത്? സാധാരണ ഐ, വി, യു, ദേ മറ്റ് പ്ലൂറൽ സബ്ജക്റ്റുകൾ ഇവയുടെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഹി, ഷീ, ഇറ്റ് സിംഗുലർ സബ്ജക്റ്റുകൾ എന്നിവയുടെ കൂടെ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ ന്യൂ ബാഗ്, എനിക്കൊരു പുതിയ ബാഗ് ഉണ്ട്. അതേസമയം എനിക്കുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഹാവിനപ്പോ ഇവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ. ഇനി വി ഹാവ് എ മീറ്റിംഗ്, ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. അടുത്തത് യു ഹാവ് എ നൈസ് സ്മൈൽ, നിന്റെ പുഞ്ചിരി സുന്ദരമാണ്, നിനക്കൊരു സുന്ദരമായ പുഞ്ചിരി ഉണ്ട് കേട്ടോ. കോംപ്ലിമെന്റ് എന്ന രീതിയിൽ പറയുന്നു. ദേ ഹാവ് ആൻ എക്സാം ടുഡേ, അവർക്ക് ഇന്ന് ഒരു പരീക്ഷയുണ്ട്. ദ സ്റ്റുഡൻസ് ഹാവ് ടു സ്റ്റഡി, വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ. ഹാർഡ് സ്റ്റഡി ഹാർഡ് ഫോർ ദെയർ എക്സാംസ് എന്ന് വേണമെങ്കിൽ ആ സെന്റൻസ് കൂടുതലായിട്ട് നീട്ടി പറയാം. ദ സ്റ്റുഡൻസ് ഹാവ് ടു സ്റ്റഡി ഹാർഡ് ഫോർ ദെയർ എക്സാംസ്, വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി കഠിനമായി പരിശ്രമിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ എല്ലാത്തിലും ദ സ്റ്റുഡൻസ് എന്നത് പ്ലൂറലാണ്. പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഹാവ് ഉപയോഗിക്കുന്നത്. ദ സ്റ്റുഡൻസ് എന്നുള്ളതിന് പകരം മിനിസ്റ്റേഴ്സ് എന്നാണെങ്കിലോ മിനിസ്റ്റേഴ്സ് ഹാവ് ടു അറ്റൻഡ് എ മീറ്റിംഗ് എന്ന് പറഞ്ഞൂടെ? പറയാം. ടീച്ചേഴ്സ് ഹാവ് ടു ടേക്ക് ദർ ക്ലാസ്സസ് എന്ന് പറഞ്ഞൂടെ? ടീച്ചേഴ്സിന് അവരുടെ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞൂടെ? പറയാം. കാരണം ടീച്ചേഴ്സ്, മിനിസ്റ്റേഴ്സ്, സ്റ്റുഡൻസ് ഇതൊക്കെ പ്ലൂറൽ സബ്ജക്റ്റുകളാണ്. പ്ലൂറൽ സബ്ജക്റ്റുകൾ വരുമ്പോഴൊക്കെ ഹാവ്. എന്നാൽ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഹാസ്. ഹി ഹാസ് എ ബിഗ് ഹൗസ്, അവനൊരു വലിയ വീടുണ്ട്. ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ലോങ് ഹെയർ, അവൾക്ക് ഒരു മനോഹരമായ നീണ്ട മുടിയുണ്ട്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഓൾ ഡേ, ഇന്നലെ മുഴുവൻ അല്ലെങ്കിൽ ഇന്ന് പകൽ മുഴുവനും മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാസ് എന്നുള്ളതല്ല, ഹാസ് ബീൻ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തോ ആട്ടെ. ആൻഡി ഹാസ് എ ബ്ലൂ കാർ, ആൻഡിക്ക് ഒരു നീല കാറുണ്ട്. ദ ജിറാഫ്, ഒരു മൃഗത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദ ജിറാഫ് ഹാസ് എ ലോങ് നെക്ക്, ജിറാഫിന് ഒരു നീണ്ട കഴുത്താണുള്ളത്. ലീന ഹാസ് 2 കിഡ്സ്, ലീനയ്ക്ക് 2 കുട്ടികളാണ് ഉള്ളത്. ഇവിടെ ലീന എന്ന് മാത്രമോ ജിറാഫ് എന്ന് മാത്രമോ ഒരു മൃഗത്തിന്റെ പേര്, പക്ഷിയുടെ പേര് ഒക്കെ പറയാം, അല്ലെങ്കിൽ ഒരു പൂവിന്റെ പേര്. ഹിബിസ്കസ് ഹാസ് എ ഗുഡ് കളർ എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിക്ക് ഒരു നല്ല ഗുഡ് റെഡ് കളർ എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിക്ക് ഒരു നല്ല ചുവന്ന നിറമുണ്ട് എന്നല്ലേ അർത്ഥം? തീർച്ചയായിട്ടും അതെ. അതുപോലെ തന്നെ ജാസ്മിൻ ഹാസ് എ ഗുഡ് സ്മെൽ എന്ന് പറഞ്ഞാലോ മുല്ലപ്പൂവിന് നല്ല ഗന്ധമുണ്ടെന്നല്ലേ അർത്ഥം? അപ്പോ കാരണം ജാസ്മിൻ ഒരു പൂവിന്റെ പേരാ. അപ്പൊ ഒന്ന് സിംഗുലർ. അങ്ങനെ സിംഗുലർ സബ്ജക്റ്റുകൾ എപ്പോ വരുമ്പോഴും ഹാസ്, പ്ലൂറൽ സബ്ജക്റ്റുകൾ എപ്പോഴും വരും ഹാവ്. ഈ കാര്യം തെറ്റിച്ചു പോകരുത്. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അതായത് ഐ, വി, യു, ദേ ഇവയുടെ കൂടെ എപ്പോഴും ഹാവ് വരിക. ഹി, ഷീ, ഇറ്റ് അതിന്റെ കൂടെ വരുമ്പോൾ ഹാസ് വരിക. ഓക്കെ. ഐ, വി, യു, ദേയുടെ കൂടെ ഇവിടെ ഐ ഹാവ് എ കാർ, വി ഹാവ് എ ന്യൂ ബൈക്ക്, യു ഹാവ് എ ഡോഗ്, ദേ ഹാവ് എ ലോറി, ഇങ്ങനെയൊക്കെ പറയും. ഹാസ് നോക്കിയേ. He has a small cat. He has a blue shirt. He has a blue Maruti car. She has a big house. She has a beautiful garden. It has blue eyes. It has golden feathers. അങ്ങനെയൊക്കെ ഒരു പക്ഷിയെ കുറിച്ച് അതിന് സ്വർണത്തിന്റെ തൂവലുണ്ടെന്നൊക്കെ പറയാം അല്ലെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ്, ഹാസിന്റെ ഒരു മിനിമം യൂസ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പലപ്പോഴും ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ് എന്നൊക്കെ പറയുന്നു, നമുക്കറിയാം. എന്നാൽ ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ദേ ഹാവ് എന്നൊക്കെ പറയുന്നു. പക്ഷെ നെഗറ്റീവില് ഇല്ല എന്ന അർത്ഥത്തില് എനിക്ക് ഉണ്ട് എന്ന് മാത്രമല്ലല്ലോ ജീവിതത്തിൽ നമുക്ക് പറയേണ്ടി വരിക. ഇല്ല എന്ന് പറയേണ്ടി വരും. എനിക്കില്ല എന്ന് എങ്ങനെ പറയും? ഐ ഡോണ്ട് ഹാവ് എന്നാ പറയേണ്ടത്. എങ്ങനെയാ? ഐ ഡോണ്ട് ഹാവ്. നിനക്കില്ല എന്ന് എങ്ങനെ പറയും? യു ഡോണ്ട് ഹാവ്. അവന് ഇല്ല എന്നെങ്ങനെ പറയും? ഹി ഡസന്റ് ഹാവ്. അപ്പൊ എന്താ വ്യത്യാസം എന്ന് കണ്ടോ? ഐയുടെ കൂടെ ആണെങ്കിൽ, പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ ആണെങ്കിൽ ഡോണ്ട് ആണ് ഉപയോഗിക്കേണ്ടത് ഇല്ല എന്നർത്ഥത്തിൽ. എന്നാൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ആണെങ്കിൽ ഡസന്റ് ആണ് ഉപയോഗിക്കേണ്ടത് ഇല്ല എന്നർത്ഥത്തിൽ. ഹി, അവൻ ഒരാളേ ഉള്ളൂ, ഹി ഡസന്റ് ഹാവ്. ഷീ ആണെങ്കിലോ ഷീ, അവൾക്കില്ല എന്നെങ്ങനെ പറയും? ഷീ ഡസന്റ് ഹാവ്. അതിനില്ല എന്നെങ്ങനെ പറയും? ഇറ്റ് ഡസന്റ് ഹാവ്. ഓക്കെ. അതിന് വാലില്ല, ആ പട്ടിക്ക് വാലില്ല അല്ലെ. ഇറ്റ് ഡസന്റ് ഹാവ് എ ടെയിൽ. ടെയിൽ എന്ന് പറഞ്ഞ വാലാണ് അല്ലെ. വി ഡോണ്ട് ഹാവ്, ഞങ്ങൾക്കില്ല. വി ഡോണ്ട് ഹാവ്, ഞങ്ങൾക്കില്ല. എന്താ വിയുടെ കൂടെ ഡസന്റ് ഉപയോഗിക്കാതെ ഡോണ്ട് ഉപയോഗിച്ചത്? കാരണം വി പ്ലൂറലാണ്, ഞങ്ങൾ എന്ന് പറഞ്ഞ കുറെ പേരുണ്ട്, പ്ലൂറല, ബഹുവചന. അപ്പൊ പ്ലൂറലിന്റെ കൂടെ ഇല്ല എന്നർത്ഥത്തിൽ വി ഡോണ്ട് ഹാവ് എന്നാണ്. യു ഡോണ്ട് ഹാവ്, നിനക്കില്ല. ഓക്കെ. അപ്പൊ ചോദിക്കും, നീ എന്ന് പറഞ്ഞ ഒരാളെ ഉദ്ദേശിച്ചാണെങ്കിലോ സാധാരണ ഇംഗ്ലീഷിൽ യു എന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ ഗണത്തിലാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട്
യുവിനെ പ്ലൂറൽ ഗ്രൂപ്പ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ യു ഡോണ്ട് ഹാവ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഡസിന്റ് ഹാവ് എന്ന് പറയുന്ന ഏർപ്പാടില്ല. ഒരാളെ ഉള്ളെങ്കിലും അത് പ്ലൂറൽ ആയിട്ട് തന്നെയാണ് യു, നീ, നിങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ വേർതിരിവുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ അങ്ങനെയില്ല. ഇംഗ്ലീഷിൽ യു ഓൾറെഡി ഒരു പ്ലൂറൽ സബ്ജക്റ്റിന്റെ ഒരു മാതിരിയാണ് കണക്കാക്കുന്നത്. ദേ ഡോണ്ട് ഹാവ്, അവർക്കില്ല. കണ്ടോ, ദേ ഡോണ്ട്, അവര് പ്ലൂറലാണ്, കുറെ പേരുണ്ട് അല്ലെ, അതുകൊണ്ട് ഡോണ്ട് ഹാവ്. അപ്പൊ ഏതാണ് ഐ വി യു ദേ ഇങ്ങനെയുള്ള പ്ലൂറൽ സബ്ജക്റ്റുകൾക്കൊക്കെ ഇല്ല എന്ന അർത്ഥത്തിൽ ഡോണ്ട് ഹാവ്. മന്ത്രിമാർക്കില്ല എന്നെങ്ങനെ പറയും? മന്ത്രിമാർ എന്ന് പറയുമ്പോൾ കുറെ പേരായല്ലേ, അപ്പൊ പ്ലൂറലാണ്. അപ്പൊ മിനിസ്റ്റേഴ്സ് ഡോണ്ട് ഹാവ് എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു മന്ത്രിയുടെ കാര്യം പറഞ്ഞിട്ട് ദാറ്റ് മിനിസ്റ്റർ എന്ന് പറയണം, ആ മന്ത്രിക്ക് ഇല്ല. ദാറ്റ് മിനിസ്റ്റർ ഡസന്റ് ഹാവ് എ കോമൺ സെൻസ്, ആ മന്ത്രിക്ക് ഒരു സാമാന്യ ബോധമില്ല. ദാറ്റ് മിനിസ്റ്റർ ഡസന്റ് ഹാവ്, കാരണം ആ മന്ത്രി എന്ന് പറയുന്നത് എന്താണ്, ഒരാളാണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസന്റ് ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്, ഓർമ്മിക്കുക. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം, ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തില് എങ്ങനെയാ ചോദിക്കുക? എനിക്കുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു ഐ ഹാവ്. അപ്പോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്നതല്ല, മറ്റുള്ളവരോട് നമ്മൾ പറയാറില്ലേ, നിനക്ക് മാത്രമല്ലല്ലോ, എനിക്കുണ്ടോ ഒരു വീട്, ഞാനും വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്. ഡു ഐ ഹാവ് എ ഹൗസ്? നോ. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് നിനക്ക് മാത്രമല്ലല്ലോ, എനിക്കും കാറില്ലല്ലോ. ഡു ഐ ഹാവ് എ കാർ? എനിക്ക് കാറുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ആ രീതിയിലൊക്കെ ചോദിക്കാൻ നേരത്ത് നമുക്ക് ഡു ഐ ഹാവ് എന്ന് ചോദിക്കാം. ഡു യു ഹാവ്, നിനക്കുണ്ടോ? ഡു യു ഹാവ്. കണ്ടോ, നിനക്കുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? ഡു യു ഹാവ്. ഓക്കെ, നിനക്കൊരു സഹോദരനുണ്ട്, ഡു യു ഹാവ് എ ബ്രദർ. നിനക്കൊരു സഹോദരി ഉണ്ട്, ഡു യു ഹാവ് എ സിസ്റ്റർ. ഇങ്ങനെയൊക്കെ ചോദിക്കാം. അതായത് യു പ്ലൂറൽ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഡു. സിംഗുലർ ഗ്രൂപ്പ് ആയിരുന്നെങ്കിലോ ഡസ് ആ വേണ്ടത് അല്ലെ, അതറിയാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹി ഷീറ്റ് ഒക്കെ അപ്പൊ സിംഗുലർ അല്ലേ, അവൻ ഒരാളെ ഉള്ളൂ, ഷീ അവൾ ഒരാളെ ഉള്ളൂ, സിംഗുലർ അല്ലേ, ഏകവചനം അല്ലേ. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോൾ ഡസ് കൊണ്ടല്ലേ ചോദ്യം തുടങ്ങേണ്ടത്? തീർച്ചയായും അതെ. ഡസ് ഹി ഹാവ്, ഓക്കെ, അവൻ ഒരു ബ്രദർ ഉണ്ടോ? ഡസ് ഹി ഹാവ് എ ബ്രദർ? ഓക്കെ, അവൾക്കൊരു ബ്രദർ ഉണ്ടോ? ഡസ് ഷീ ഹാവ് എ ബ്രദർ എന്നാണ്. ഇനി അപ്പൊ ഡസ് ഹി ഷീ എന്നിവയൊക്കെ അവന് ഒരു കളറിംഗ് ബുക്ക് ഉണ്ടോ? ഡസ് ഹി ഹാവ് എ കളറിംഗ് ബുക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കണ്ടോ, അവൾക്ക് ഒരു നീല പേനയുണ്ടോ? ഡസ് ഷീ ഹാവ് എ ബ്ലൂ പെൻ? ഈ രീതിയിലാണ് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പോ നമുക്ക് മനസ്സിലായി അല്ലെ, ഹാവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി. പക്ഷെ ഹാവ് ഉണ്ട് എന്നാണെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ ഹാഡ് ആയി മാറും. ഓക്കെ, എങ്ങനെയാണ്? ഹാവ് എന്നത് ഉണ്ട്, ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണെങ്കിൽ പണ്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ ഹാഡ് ആണ് ആവുക. എങ്ങനെയാണ്? ഐ ഹാവ് എന്നുള്ളത് ഐ ഹാഡ് എന്ന്, എനിക്ക് ഉണ്ട് എന്നത് എനിക്ക് ഉണ്ടായിരുന്നു എന്നാണ്. യു ഹാവ്, നിനക്കുണ്ടായിരുന്നു, യു ഹാഡ് അല്ലേ. ഹി ഹാഡ് അല്ലെ, അവനുണ്ടായിരുന്നു. വി ഹാഡ്, ഞങ്ങൾക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്നു. യു ഹാഡ്, അവർക്കുണ്ട്, നിനക്കുണ്ടായിരുന്നു. ഓക്കെ, യു ഹാഡ് എ ഗുഡ് കോട്ടേഴ്സ് ദർ, നിനക്ക് ടൗണിൽ ഒരു കോട്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ഇല്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം? ഓക്കെ, അതെ, തീർച്ചയായിട്ടും അതെ. ഇനി ദേ ഹാഡ്, അവർക്കുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഹാഡ് പറയുമ്പോഴില്ല, പാസ്റ്റ് ടെൻസിൽ പണ്ടുണ്ടായിരുന്നു എന്ന് പറയാൻ നേരത്ത് നമ്മൾ ധൈര്യമായിട്ട് പറയാം. കാരണം സിംഗുലർ പ്ലൂറൽ സബ്ജക്റ്റിന്റെ ആ ഒരു കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ എന്താ, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ എല്ലാത്തിനും കൂടെ ഹാഡ് ചേരും അല്ലെ. ഐ വി യുടെ കൂടെയും ഹാഡ് ചേരും, ഹി ഷീറ്റിന്റെ കൂടെ ഹാഡ് ചേരും. അവനുണ്ടായിരുന്നു, ഹി ഹാഡ്. അവൾക്കുണ്ടായിരുന്നു, ഷീ ഹാഡ്. ഞങ്ങൾക്കുണ്ടായിരുന്നു, വി ഹാഡ്. അവർക്കുണ്ടായിരുന്നു, ദേ ഹാഡ്. ടീച്ചേഴ്സിനുണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഹാഡ്. മന്ത്രിക്കുണ്ടായിരുന്നു, മിനിസ്റ്റർ ഹാഡ്. മന്ത്രിമാർക്കുണ്ടായിരുന്നു, മിനിസ്റ്റേഴ്സ് ഹാഡ്. എല്ലാ സിംഗുലർ പ്ലൂറലിന്റെ കൂടെയും പാസ്റ്റ് ടെൻസിൽ കൺഫ്യൂഷൻ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം.